രാവിലെ വർക്കിന് പോയി കൈ മുറിഞ്ഞ് അങ്ങനെ നമ്മുടെ നോമ്പ് ഇന്നത്തോളം അധോഗതി. അതായത് ചോര കണ്ടാൽ നോമ്പ് മുറിയുന്നതാണല്ലോ. രാവിലെ തന്നെ നമുക്ക് പോകുന്ന പരിപാടി ഇന്ന് കുറച്ച് പരിപാടിയുണ്ട്. കുറച്ചല്ല കുറച്ചധികം പരിപാടിയുണ്ട്. നേരെ ചെന്ന് വണ്ടിയിൽ എണ്ണയില്ലായിരുന്നു. എണ്ണ അടിക്കാൻ വേണ്ടി ഡീസൽ ടാങ്ക് തപ്പിയപ്പോൾ ഡീസൽ ടാങ്ക് കാണാനില്ല. അങ്ങനെ നമ്മുടെ പമ്പിൽ എണ്ണ ഡീസൽ ടാങ്ക് കണ്ടുപിടിച്ചു. അങ്ങനെ പെട്രോൾ പമ്പിൽ അണ്ണനിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞു നിന്നപ്പോഴാണ് അണ്ണ ഇങ്ങനെ ഒരു നോട്ടം കണ്ടപ്പോൾ തന്നെ പേടിച്ച്. അങ്ങനെ അവിടെ നമ്മൾ നേരെ വണ്ടി എടുത്തുകൊണ്ട് ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ പോവുകയാണ്. അവിടെ നമുക്ക് കുറച്ച് സാധനം എടുക്കാറുണ്ട്. സംഭവം എനിക്ക് നോമ്പായോടെ തന്നെ അലയനാണെന്ന് എല്ലാ ലോഡ് ഇറക്കി. അങ്ങനെ അവിടെ ലോഡെല്ലാം ഇറക്കിയതിന് ശേഷം അടുത്ത ഡെസ്റ്റിനേഷൻ അതായത് എൻ്റെ സ്വന്തം ഡാഡിയുടെ കടയിലാണ്. അവിടെ നിന്ന് പോയിട്ട് വേറും കുറച്ച് പരിപാടിയുണ്ട്. അവിടെ ചെന്നപ്പോൾ ഡാഡി ഉറക്കത്ത് കൺട്രാക്ട് അടി. അത് സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ. അങ്ങനെ അവിടെയും അവിടുത്തെ ബായിയും അളിയനെയും കൊണ്ടാണ് ജോലി ചെയ്യിപ്പിച്ചത്. കോഴിക്കോട് ചെന്നപ്പോഴാണ് അളിയനൊരു ആഗ്രഹം അവിടുത്തെ ഒരു കോഴിയെ വെട്ടണമെന്ന്. അങ്ങനെ അവിടെ നിന്ന് ഒരു ഹൈ ബൈയും പറഞ്ഞ് നേരെ നമ്മൾ പോകുന്നത് അടുത്ത ഡെസ്റ്റിനേഷൻ നമ്മുടെ ആക്രി കടയിൽ. കടയിൽ നിന്ന് കയറ്റിയ കുറച്ച് ആക്രിയും കൂടെ ഇവിടെ കൊണ്ട് ഇറക്കാനുണ്ടായിരുന്നു. അങ്ങനെ കടയിലെ ബായി വന്ന് ഇവിടുത്തെ ലോഡെല്ലാം ഫുള്ള് മൊത്തത്തിൽ ഇറക്കി. അങ്ങനെ നമുക്ക് ആകെപ്പാടെ കടയിൽ ആക്രി ഇറക്കിയിൽ കിട്ടിയത് വളരെ കുറച്ച് പൈസ മാത്രം. ഈ ആക്രിക്കാരന്മാർ ഇതൊക്കെ വെച്ചല്ലേ സമ്പാദിക്കുന്നത്. എന്തായാലും അവിടെ നമ്മൾ നേരെ പോകുന്നത് ഓരോ കുളി പാസ്സാക്കാനാണ്. ഇന്ന് വെച്ചാൽ നല്ല രീതിയിൽ വേർത്ത് അധ്വാനിച്ച് കൈയും കാലും എല്ലാം മുറിഞ്ഞു. അവിടെ നിന്ന് ഓരോ കുളിക്കാൻ പോയപ്പോൾ നമ്മൾ അളിയനെ കണ്ട് പൂജാരിയാണ്. അപ്പോൾ ഉടനെ അവിടെ വെള്ളത്തിൽ ചാടി. എൻ്റെ പൊന്നിൽ എന്തോ ഒരു ജീവിയെ പോലെ ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ചോണ്ടിരിക്കും. കൂളിംഗ് ഗ്ലാസ് അല്ലല്ലോ, സ്വിമ്മിങ്ങിൻ്റെ എന്തോ പരിപാടിയാണ്, എനിക്കറിയില്ല. അങ്ങനെ അവിടെ നിന്ന് കുളിച്ചൊരു കുട്ടപ്പനായിട്ട് ഇന്നത്തെ പരിപാടി ഇവിടെ കഴിഞ്ഞു. അപ്പോൾ ബാക്കി ഇനി നാളെ.